നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണാലിയിൽ നിന്നും കാസയിലേക്കാണ്, സ്പിറ്റിയിലെ കാസയിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3650 മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും എന്ന് പറയുന്ന പോലെ തണുപ്പും കൂടുന്നുണ്ട്. ഹിമാചലിലെ സ്പിറ്റി ഡിസ്ട്രിക്റ്റിലെ കാസയിലേക്കാണ് ഇന്നത്തെ യാത്ര. കാസ മിനി ഇസ്രായേൽ എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ലാമച്ചേട്ടനാട്ടോ വണ്ടി ഓടിക്കണേ. എനിക്ക് ഇന്ന് ചെറിയ ലൂസ് മോഷൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആളോട് പറഞ്ഞു. അപ്പോൾ തന്നെ ORS കലക്കിയ വെള്ളവും ഗുളികയൊക്കെ തന്നിട്ടോ. എനിക്ക് വളരെ നല്ലൊരു മനുഷ്യൻ. ആളൊരു ബുദ്ധമത വിശ്വാസിയാണ്, ഒരു നേപ്പാളിയാണെന്ന് തോന്നുന്നു, ഞാൻ ചോദിച്ചിട്ടില്ല. നല്ലൊരു മനുഷ്യൻ. എന്തായാലും ഇന്നത്തെ യാത്ര കുറച്ച് അപകടം പിടിച്ച വഴിയിലൂടെയാണ് കേട്ടോ. കാസയിലേക്കുള്ള പാത എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടുങ്ങിയൊരു പാതയാണ്. ഭക്ഷണം കഴിക്കാനും വാഷ്റൂമിൽ പോകേണ്ടവർക്ക് വാഷ്റൂമിൽ പോവാം, അതിനൊക്കെ വേണ്ടി നിർത്തിയിരിക്കുക. അവിടെ അങ്ങോട്ട് വേണേൽ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ മലകൾ കണ്ടോ. ഇത് അങ്ങോട്ടാണ് നമ്മൾ കയറി പോകണം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ അത്രയൊന്നും കടന്നു വന്നിട്ടില്ല. ഇപ്പോൾ ടൈം എത്രയായി? 8:48 നമ്മൾ ഏകദേശം 6 മണിയാകുമ്പോൾ എത്തുമ്പോൾ. എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്റർ കഷ്ടിച്ച് കടന്നിട്ടുണ്ടാവില്ല. ഉണ്ടോ അവിടെ ഒരു വെള്ളച്ചാട്ടം? ഇടിവില്ലേ? ലൂസ് മോഷൻ പിടിച്ചു. എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ചില ഭക്ഷണം മാറിയുണ്ടാവും. ഞാൻ അല്ലാണ്ട് അങ്ങോട്ട് ലച്ചാക്കുന്നില്ല. ഞാനൊരു പൊറോട്ട പാർസൽ പറഞ്ഞിട്ടുണ്ട്. അത് വണ്ടി പോകുമ്പോൾ ഇരുന്ന് കഴിക്കാലോ. നമുക്ക് അത്രയും മതി. പൊറോട്ട എപ്പോൾ കിട്ടുമോ? അയ്യോ, ഇതെന്തെങ്ങനെ തണുപ്പ്. എവിടെ പൊറോട്ട ഉണ്ടാക്കണോ? ഇതാണ് അവരെ കുക്കിംഗ് സ്പോട്ട് കേട്ടോ. സെറ്റല്ലേ? പൊടി ചൂടിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ തോന്നുന്നു. നേപ്പാളി ചേച്ചി പൊറോട്ട എന്താണ്ട് പോരാട്ട എന്താ ചെയ്യുന്നത്? പൊറോട്ട ഓക്കെ. സുന്ദരിയായ നേപ്പാളി കുട്ടി. പൊറോട്ട കൂടെ പിക്കിളാണ് കേട്ടോ യൂസ് ചെയ്യുക. പിക്കിൾ യൂസ് ചെയ്യും. അങ്ങനെയാണ് അവർ പൊറോട്ട കഴിക്കുക. നമ്മുടെ പൊറോട്ട കിട്ടി 70 രൂപ കേട്ടോ ഒരു പൊറോട്ടക്ക്. അങ്ങനെ തോന്നുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നെ? 70 രൂപക്ക് നമ്മുടെ നാട്ടിൽ 7 പൊറോട്ട കിട്ടും. ഇവിടെ ഗ്രേവിയും കിട്ടും. വേറെ കാര്യമില്ല. സെറ്റല്ലേ? പൊളിയല്ലേ? Where are you from? ഇസ്രായേൽ. അതാണ്. അതായത് കാസയിൽ കൂടുതൽ ഗുഡ് ഗുഡ്. ധന്യവാദ്. ധന്യവാദ്. അപ്പോൾ കാസയിൽ കൂടുതൽ ഇസ്രായേലാണ് കേട്ടോ. അതായത് കാസ എന്നറിയപ്പെടുന്നത് എന്താ പറയലോ, ഇസ്രായേൽ എന്നൊക്കെ പറയപ്പെടും. കാരണം ഇവിടെ ഇസ്രായേൽ ഒരുപാട് വന്നിറങ്ങുന്നുണ്ട്. ഇവരൊക്കെ ആ നാട്ടുകാരാട്ടോ. അവരെന്നെ നോക്കി ചേർക്കുന്നു. എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഓട്ടെ. ഡ്രൈവറില്ല നമ്മുടെ വണ്ടി. ടയർ നോക്കാം, ഏറെക്കുറെ സെറ്റായിക്കുന്നു. ഇനി ഓടാതായിട്ടൊരു 10,000 കിലോമീറ്റർ സെറ്റല്ലേ? അടിപൊളി.
അവിടെ ചെറിയ ചെറിയ കുടില് പോലെ അതെന്തോ പ്ലൈവുഡ് എന്തോ വെച്ച് ഉണ്ടാക്കാൻ തോന്നുന്നു. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകൾക്ക് വേണ്ടി താമസിക്കാനുള്ള സെറ്റപ്പ് എന്തെങ്കിലും ആവും, അല്ലെങ്കിൽ കടകൾ നടത്താൻ വേണ്ടിയിട്ടോ. സെറ്റാണ്. അങ്ങനെ നമ്മുടെ ലാമച്ചേട്ടൻ ഭക്ഷണം കഴിച്ച് വണ്ടി എടുത്തുട്ടോ. ആളെ പേരെന്താ അറിയോ? ഷ്വാങ് ഡോർച്ചി. പക്ഷെ ആള് ലാമെന്നാണ് വിളിക്കണത്, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മാത്രമല്ല, ആളുടെ വണ്ടിയുടെ നല്ല തലയിൽ നമ്മുടെ ഫോട്ടോ. അതൊരു ബുദ്ധിസ്റ്റ് റിലീജിയൻസ് ആണെന്ന് തോന്നുന്നു. ധാരാളം ആളുകൾ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ബൈക്കിൽ വരുന്നവരും കാറിൽ വരുന്നവരും അതായത് ജീപ്പിലൊക്കെ വരുന്നവർ പോകുന്ന വഴിക്ക്, അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ, പോകുന്ന വഴിക്ക് നല്ല സ്പേസിൽ അവർ ടെൻ്റ് അടിച്ച് താമസിക്കുന്നുണ്ട്. അങ്ങനെ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ യാത്ര കൊണ്ടും തുടങ്ങി. അതിമനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ യാത്ര. ഇതൊക്കെ കാണുമ്പോൾ വെറുതെ സന്തോഷം വരുന്നു. പിന്നെ നമ്മുടെ ലാമച്ചേട്ടൻ ഇതിൻ്റെ ഇടയിൽ ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്, വണ്ടിയിലുള്ള ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് അവരുടേതായ ഭാഷയിൽ. നമുക്ക് കുറേ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരുപാട് ആട്ടിൻകൂട്ടങ്ങളും അതിനെ മേയ്ക്കുന്ന ഒരാളും. അത് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ഒരു കാഴ്ചയല്ല കേട്ടോ, നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് വട്ടം ഇങ്ങനെ കാണും. പിന്നെ ലാമച്ചേട്ടൻ്റെ ഒരു ഒച്ച ഉണ്ടാക്കും, ലാമച്ചേട്ടൻ ഇങ്ങനെ ഇതിനെ ആട്ടാൻ വേണ്ടി ഒരു ഒച്ച ഉണ്ടാക്കും. അത് ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ചില ഏരിയയിൽ കുതിരകളെ കാണാം കേട്ടോ. ഒരുപാട് കുതിരകളുണ്ടാവും. അപ്പോൾ അത് സഫാരിക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അതും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 100 കിലോമീറ്റർ ബാക്കിയുണ്ട് ഏകദേശം. എന്തായാലും വൈകുന്നേരം 6 മണിയൊക്കെ എത്തുമ്പോൾ നല്ല ഉറങ്ങാത്തതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ബട്ട് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഉറങ്ങാൻ പോലും തോന്നുന്നില്ല. ബട്ട് ഉറങ്ങാത്തതുകൊണ്ട് ഉറങ്ങാതിരിക്കാനും തോന്നുന്നില്ല. അതാണ് അവസ്ഥ. ഈ കാഴ്ചകളെല്ലാം ശരിക്ക് നമ്മുടെ നോട്ട് പുസ്തകത്തിൻ്റെ ബാക്കിലും ക്ലാസ്മേറ്റിൻ്റെ നോട്ട് പുസ്തകത്തിൻ്റെ ബാക്കിലും പിന്നെ ഓരോ വിൻഡോസിലും ഗൂഗിളിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നേരിട്ട് കാണാൻ സാധിക്കും. ഇവിടെ വരുമ്പോൾ അതേപോലെ ഒരുപാട് ബൈക്കേഴ്സിനാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, കാറായിട്ടും ജീപ്പായിട്ടും ബൈക്കായിട്ടും. അവിടെ എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ട്, അതാണ് മനസ്സിലാണല്ലോ. ഒരു വണ്ടി ഒരു ഡേഞ്ചർ പോലെ കേട്ടോ വീണിരിക്കുന്നത്. നിർത്തി കാണാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അത്രയും ഡേഞ്ചറാണ്. എനിക്കത് ശരിക്ക് ഒരാൾ വണ്ടി വീണെടുക്കുന്നത് വീഡിയോ എടുക്കാൻ കാണിച്ചാൽ താല്പര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരണം, ഇത്രയും കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ വണ്ടി നിർത്തുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളത്. ഞാനത് എടുക്കണ്ടെന്ന് വിചാരിച്ചത്. വണ്ടി അവിടെ നിർത്തുമ്പോൾ
ചെറുതായിട്ടൊന്ന് ചിലപ്പോൾ നീങ്ങി നിരങ്ങി പോകും ചാൻസ് ഉണ്ട് എഡ്ജിലൊക്കെ നിർത്തുമ്പോൾ. ലാമബാബ എന്തൊക്കെയാ പറയണ്ടോ, എന്തൊക്കെയാ പറയണ്ട മുമ്പ് എന്താന്ന് മനസ്സിലാവുന്നത്. നല്ല കാര്യമുണ്ടോ? ചില ഏരിയകളിൽ നമ്മൾ ഇതേപോലെ സ്നോ പോയിൻറ്റ്സ് കാണാം കേട്ടോ. കാരണം ചില ഏരിയകളിൽ ഭയങ്കരമായിട്ട് സ്നോ വീഴും. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇപ്പം ശരിക്കും സ്നോ സീസൺ അല്ല എങ്കിൽ പോലും ചില ഏരിയകളിൽ ഇതേപോലെ സ്നോ വീഴും. നിങ്ങൾ നേരെ നോക്കൂ, വൈറ്റ് കളറിൽ കണ്ടോ, അത് മഞ്ഞാണ്. ശരിക്കും ബൈക്ക് ഓടിച്ച് പോകുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മൾ ശരിക്കും സമ്മതിച്ചു കൊണ്ടത്. കാരണം അവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഡേഞ്ചറായിട്ട് തോന്നും. ഇപ്പം കാണുന്ന പോലെയല്ല. ചില ഏരിയകളിൽ നമ്മൾ ചില എഡ്ജിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ശരിക്കത് പേടിപ്പെടുത്തുന്ന പോലെയാണ്. ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ, മലയാളികളും ഉണ്ടായിരിക്കും. പക്ഷെ എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഡൽഹിയിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് കുൻസും ടെമ്പിളിൻ്റെ അടുത്താണ് കേട്ടോ. നമ്മുടെ ലാമച്ചേട്ടനും കുറച്ച് ആൾക്കാരും ഉള്ളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. കുൻസും പാസ് ഹിമാലയത്തിലെ കിഴക്കൻ കുൻസും പർവ്വതനിരകളിലെ ഉയർന്ന പർവ്വതനിരയാണ്. ഇത് ലാഹോൾ താഴ്വരയെയും സ്പിത്തി താഴ്വരയെയും ബന്ധിപ്പിക്കുന്നു. മണാലിയിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ കുൻസുംല പാസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇനി കാസിയിലേക്ക് ഏകദേശം 80-90 കിലോമീറ്റർ ഉള്ളിലേ ഉള്ളൂ. അപകടകരമായ യാത്ര തുടരുന്നതിന് മുമ്പ് നിരവധി ഡ്രൈവർമാരും യാത്രക്കാരും കുൻസുമാതയുടെ അനുഗ്രഹം തേടുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രതിമകളും അവിടെ അവരുടെ ഫ്ലാഗുകളും കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ലാമച്ചേട്ടൻ്റെയും സഹയാത്രികരുടെയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി കാസയിലേക്ക് ഇനി ഏകദേശം 80-90 കിലോമീറ്ററിനുള്ളിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കാസയിലെ കാഴ്ചകളുമായി.